നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ബീച്ച് റോഡിൽ നിന്നും കടലിൽ ആത്മഹത്യക്ക് ശ്രമിച്ച ഒരു സ്ത്രീ ഇങ്ങോട്ട് കൊണ്ടുവന്നായിരുന്നോ? ആ കടലിൽ ചാടിയ പെണ്ണല്ലേ? ആ, അത് മരിച്ചു. ഏതോ വീട്ടിലെ വഴക്കിന്റെ പേരിലോ മറ്റോ വന്ന് ചാടിയതാണെന്നാ. ഇത്ര നേരമായി വൈകുകി ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ? വീട്ടിൽ നിൽക്കുന്നവർക്ക് ആദ്യം, പുറത്തു പോകുന്നവർക്ക് കുഴപ്പമില്ലല്ലോ. അവൾ ഓരോ കാര്യങ്ങൾക്കായിട്ട് ഓടി നടക്കുമ്പോ സമയം പോകുന്ന അറിയൂല. ശാരദാമ്മ, ഇത് ആരോടാ ഈ സംസാരിക്കുന്നത്? ആ, എന്നോട് തന്നെയാ മോളെ. നിന്റെ അമ്മ ഇതുവരെ കണ്ടില്ലല്ലോ. വിഷ്ണുച്ചന് ഇപ്പൊ ആരാന്ന് പറഞ്ഞു പോയതല്ലേ? വിഷ്ണുച്ചനെയും കണ്ടില്ല. ഇനിയിപ്പൊ ഞാനെങ്ങനെ പോവും? പപ്പി പോവണ്ട, നമുക്കിന്ന് ഇവിടെ അങ്ങ് കൂടാം. അയ്യോ, അത് പറ്റില്ല. അമ്മ എന്നെ തിരക്കൂലേ? അത് സാരമില്ല പപ്പി, എന്റെ കൂടെയാന്ന് പറഞ്ഞാ മതി. ശ്യാമയൊന്ന് വിളിച്ചാലോ? എന്തൊക്കെയാ ചുറ്റും നടക്കുന്നതെന്ന് അറിയില്ലല്ലോ. എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. അതാ വിഷ്ണുവിനെയും കാണാത്തത്. ആ അമ്മേ. ആ മോളെ, വിഷ്ണു അവിടെ ഉണ്ടോ? ഇല്ലമ്മേ. ഇതുവരെ ശാലിനിയും വന്നിട്ടില്ല, വിഷ്ണുവും വന്നിട്ടില്ല. ഞാൻ ഇവിടെ നിന്ന് തീ തിന്നുക. വിഷ്ണുവേട്ടൻ പപ്പിയും കൊണ്ട് ഇപ്പൊ വരാന്നും പറഞ്ഞു പോയിട്ട് ഇതുവരെ വന്നില്ലമ്മേ. ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ല. ഡീ, വിഷ്ണുവേട്ടനെ ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുക പോലും ചെയ്യുന്നില്ല. പപ്പി മോളും കൂടെ ഉള്ളതല്ലേ. ആ, എന്താ പറ്റിയെന്ന് പോലും അറിയാൻ പാടില്ല. ഡീ, പപ്പി ഇവിടെ ഉണ്ട്. പപ്പിയെ വിഷ്ണു ഇവിടെ പകല് കൊണ്ടുവന്നാക്കിയതാ. സമാധാനായി. എന്റെ ഉയിര് മുകളിലായിരുന്നമ്മേ. മോളവിടെ ഉണ്ടല്ലോ. അല്ലമ്മേ, കുഞ്ഞേച്ചി എന്താ ഇത്രയും വരാൻ വൈകുന്നേ? ഇത്രയും സമയമായല്ലോ. ഹലോ മോളെ. ആരെ ഫോണില്? ആ, എന്ത് സമാധാനമായിന്നാ നീ പറയുന്നത്? സത്യമേ, പപ്പി അമ്മയുടെ അടുത്തുണ്ട്. വിഷ്ണുവേട്ടൻ പപ്പിയെ അവിടെ കൊണ്ടാക്കിയിട്ടുണ്ടെന്ന്. അതെന്തിനാ? ഇവിടെ നിൽക്കേണ്ട കുട്ടിയെ വിളിച്ചെന്തിനാ അവനെ അവിടെ കൊണ്ടാക്കിയത്? അമ്മേ, ഞാൻ പിന്നെ അങ്ങോട്ട് വിളിക്കാം. വിഷ്ണുവേട്ടൻ പപ്പിയെ പകല അവിടെ കൊണ്ടാക്കിയത്. പകലാണെങ്കിലും രാത്രിയാണെങ്കിലും എന്തിനാ അവിടെ കൊണ്ടുവന്നാക്കിയതെന്നാ ഞാൻ ചോദിച്ചത്. പറയടി, എന്തിനാ? അതെനിക്കറിയില്ല സത്യമ്മേ. പിന്നെ നിനക്ക് എന്തറിയാം? സ്വന്തം മോളെ ഇത്ര നേരം കാണാതായിട്ടും നീ ഏതെങ്കിലും സ്ഥലത്തേക്ക് ഫോൺ ചെയ്ത് ചോദിച്ചോ? എന്തിന്? നിന്റെ വീട്ടിലേക്ക് തന്നെ വിളിച്ചിരുന്നെങ്കിൽ മോൾ അവിടെ ഉണ്ടെന്ന് നിനക്ക് അറിയായിരുന്നല്ലോ. അതും ചെയ്തല്ലോ. പപ്പി പോയത് മറ്റാരുടെയും കൂടെ അല്ലല്ലോ സത്യമ്മേ, വിഷ്ണുവേട്ടന്റെ കൂടെ അല്ലേ. അതുകൊണ്ടാ ഞാൻ വിളിക്കാതിരുന്നേ. ഇനി നീയാണോ തീരുമാനിക്കുന്നത്? നീയാണോന്ന്? ആ, എടാ രോഹിത്തെ, ശാരദാമ്മയുടെ വീട്ടിൽ പപ്പിയെ കൊണ്ടാക്കിയിട്ട് വിഷ്ണു ഇവിടെ പോയിരിക്കുക. അവനാണെങ്കിൽ എങ്ങോട്ടാ പോയിരിക്കുന്നെന്ന് പറഞ്ഞിട്ടുമില്ല. എടാ, നീ ഒന്ന് പോയി പപ്പിയെ വിളിച്ചോണ്ട് വാ. പപ്പി അവിടെ നിൽക്കട്ടെ സത്യമ്മേ, അത് അന്യ വീടൊന്നും അല്ലല്ലോ. ഡാ നിക്ക്. അത് അന്യ വീടാണോ അല്ലയോ എന്നൊക്കെ നീ എനിക്ക് പറഞ്ഞു തരണ്ട. നിന്റെ കൊച്ച് അവിടെ നിൽക്കണോ ഇവിടെ നിൽക്കണോ എന്ന് നീയാ തീരുമാനിക്കേണ്ടത്. എന്റെ കൊച്ച്, ആ ഒരു വാക്കിനെ ഭ്രാന്ത് പിടിപ്പിക്കുക. എന്റെ 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 എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ഇനി എന്നെ വിഡ്ഢിയാക്കാൻ നോക്കണ്ട. ഞാനിനി വിഡ്ഢിയാകാനില്ല. എടാ, ഞാൻ ചോദിച്ചതിന് നീ മറുപടി പറഞ്ഞില്ല. നിന്റെ കൊച്ച് എന്തിനാ അവിടെ നിൽക്കുന്നതെന്ന്. ദേ നിൽക്കുന്നു, ചോദിക്കേ.
എന്റെ കുട്ടി തന്നെയാണോന്ന് എന്നിട്ട് ഞാൻ മറുപടി തരാം. രോഹിത്തെ, നീ ഇനി വിഷ്ണുവിനെ നോക്കണ്ട. പോയി പപ്പിയെ വിളിച്ചോണ്ട് വാ. അല്ല സത്യാമേ, എടാ പോയി വിളിച്ചോണ്ട് വാടാ. എടാ ചെല്ലാൻ. ദേ, ഇനി മേലാൽ പപ്പി അങ്ങോട്ട് വിട്ടേക്കരുത്. പതിവില്ലാത്ത ശീലങ്ങളൊന്നും ഉണ്ടാക്കി എടുക്കരുതേ. ഇനി വിഷ്ണു എവിടെ പോയി കിടക്കുക? ഇവനൊന്ന് രാത്രി വീട്ടിൽ വരണമെന്നില്ലേ? എല്ലാ സത്യങ്ങളും വിഷ്ണുവേട്ടൻ അറിഞ്ഞതാണ്. വിഷ്ണുവേട്ടനെയും കുഞ്ഞേച്ചയും വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. രണ്ടുപേരും വീട്ടിലാണെങ്കിൽ എത്തിയിട്ടുമില്ല. ഈശ്വര, രണ്ടുപേർക്കും ഒരാപത്തും വരുത്തരുതേ. ഒരു ബുദ്ധിമോശവും കാണിക്കാൻ അവരെ തോന്നിപ്പിക്കല്ലേ. കിട്ടുന്നില്ലല്ലോ. കുഞ്ഞിനെ അവിടെ കൊണ്ടാക്കിയിട്ട് ഇവൻ എവിടെ പോയി കിടക്കുക? ഇതിപ്പോ ആരോടാ ഒന്ന് തിരക്കുക? ബീച്ച് റോഡിൽ നിന്നും കടലിൽ ആത്മഹത്യക്ക് ശ്രമിച്ച ഒരു സ്ത്രീ ഇങ്ങോട്ട് കൊണ്ടുവന്നായിരുന്നോ? ഉവ്വ്, ആ കടലിൽ ചാടിയ പെണ്ണല്ലേ? ആ. അത് മരിച്ചു. ഏതോ വീട്ടിലെ വഴക്കിന്റെ പേരിലോ മറ്റോ വന്ന് ചാടിയതാണെന്നാ. ഒരു വാശിക്ക് ചാടിയ ഒരു 10 വാശി കാണിച്ചാലും അതിൽ നിന്ന് കയറിപ്പോരാൻ പറ്റില്ലല്ലോ. അത് മരിച്ചു. കുറെയൊക്കെ ഇതുങ്ങളുടെ അഹങ്കാരമാണെന്ന്. വല്ല നിസ്സാര കാര്യമായിരിക്കും. ഇപ്പൊ ഇതൊരു ട്രെൻഡ് അല്ലേ? വഴക്കിട്ട അപ്പ ആത്മഹത്യ. ചേട്ടൻ ആ സ്ത്രീയെ കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. അല്ല, എന്താ കാര്യം? അല്ല, കാഴ്ചയിൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാനായിരുന്നു. നിങ്ങളുടെ ബന്ധത്തിൽപ്പെട്ടവരാരെങ്കിലും ആണോ? അതൊന്ന് അറിയാൻ വേണ്ടിട്ട്. നല്ല മിടുക്കി പെണ്ണാ മോളെ. സാരിയാ ഉടുത്തിരുന്നേ, ഒരു പച്ച കളർ സാരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.